എനിഹൗ നമുക്കിന്ന് ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. हम लोग आज थोड़ा समय वचन से मनन करेंगे. हम लोग യോഹൻ 8 अध्याय इसका एतरेया वासे 12 12. ओके. യോഹൻ सुसमाचार 8 अध्याय इसका 12 आयत एक जन बंगाली में पढ़ने से अच्छा होगा. যিশু আবার লোকদের কাছে কথা কহিলেন, তিনি বলিলেন, আমি জগতের জ্যোতি, যে আমার পশ্চাৎ আইসে সে কোনো মতে অন্ধকারে চলিবে না, কিন্তু জীবনের দীপ্তি পাইবে. ആമേൻ. യേശു പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. इधर ही हम लोग देखता है यीशु बोल रहा, मैं जगत का ज्योति हूं, मैं जगत का दीप्ति हूं. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ്, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ ലോകത്തിന്റെ പ്രകാശമാണെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. पवित्र बाइबल हमको दिखाता है हमारा प्रभु यीशु जो जिसको हम आराधना करता है ये जगत का ज्योति है. प्रभु यीशु जगत का ज्योति है. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ താഴത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ അനുഗമിക്കുന്നവൻ, യേശുവിനെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരുമെന്നാണ് ബൈബിൾ പറയുന്നത്. और इसके नीचे हम लोग पढ़ेगा तो मालूम होगा जो यीशु का साथ चलने वाला व्यक्ति है वो अंधकार में नहीं चलेगा, वो प्रभु का ज्योति में चलेगा, ज्योति में खड़ा होगा. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മൊത്തം ഇരുട്ടിലാണ് കിടക്കുന്നത്. ये सारे दुनिया अंधकार में है. ഹല്ലേലൂയ. ഇരുട്ടിന്റെ പ്രവർത്തികൾ ഈ ലോകത്തിൽ മുഴുവനുണ്ട്. मतलब ये दुनिया में हम लोग अंधकार का काम बहुत हम लोग देख सकता है. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, മദ്യപാനം, വെട്ടിപ്പിടികള്, തീവ്രവാദ ആക്രമണങ്ങള്, ബോംബ് സ്ഫോടനങ്ങള്, കള്ളത്തരം, കൊള്ളത്തരം, പറ്റിപ്പ് എന്ന് വേണ്ട അനവധി നിരവധി ആക്രമണങ്ങൾ ഈ ലോകം മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. അതിനെയാണ് യേശു ഇരുട്ട് എന്ന് പറയുന്നത്. देखिए दुनिया का अंधकार बोलने से आजकल हम लोग देखता है सारे तरीका का पाप बढ़ते जाता है. मतलब हर तरीका का काम, टेररिस्ट काम, हर तरीका का पाप का काम दुनिया का लोग को आदत में डालता है. ये रकम काम बढ़ते. यीशु यही बात इधर खास करके लिखा है, अंधकार करके लिखा है. ഹല്ലേലൂയ. ആ ഇരുട്ടിന് നടുവിൽ ഉദിച്ച വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. और उसमें प्रभु का ज्योति होके खड़ा हुआ है. अंधकार में वो है प्रभु यीशु. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ ഒരുവൻ രക്ഷിതാവായി സ്വീകരിച്ചാൽ, ഹല്ലേലൂയ, എത്ര തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിലും അവൻ, സ്തോത്രം, വെളിച്ചത്തിന്റെ മകനായി മാനസാന്തരപ്പെട്ട് രൂപാന്തരമുള്ളവനായി അവൻ മാറും. इसलिए जैसा भी अंधकार में चलने वाला व्यक्ति हो, जब प्रभु यीशु को ग्रहण करेगा उनका जीवन में बदलावत होगा. प्रभु का ज्योति में उसको बदलावत होगा. आमीन. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ സാധിച്ചാൽ, എത്ര ഇരുളടഞ്ഞ ജീവിതമാണ് നമ്മുടെ എങ്കിലും അതിനെ വെളിച്ചമാക്കുവാൻ യേശുവിന് കഴിയും. കാരണം ഇരുട്ടിനെ മാറ്റി ഈ ലോകത്തിൽ അവൻ പ്രകാശം അവൻ തരുവാൻ ഉദിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. हमारे जीवन में जितना अंधकार हो, अंधकार का समान अवस्था हो, जब हम यीशु का साथ चलने के लिए शुरू करेगा, हमारा सारे अंधकार में प्रभु का ज्योति को प्रकाशित होने के लिए प्रभु हमको सहायता करेगा. आमीन. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോ, സ്തോത്രം, മദ്യപാനികൾ മദ്യപാനം നിർത്തുന്നത്, വഴക്കടിക്കുന്ന സ്വഭാവമുള്ളവർ അത് വിട്ട് മാനസാന്തരപ്പെടുന്നത്, തീവ്രവാദികളൊക്കെ രൂപാന്തരപ്പെടുന്നതിന്റെ കാരണം അതാണ്. യേശു ക്രിസ്തു വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മിൽ വന്നാൽ ഏത് ഇരുളുകളും നമ്മെ വിട്ട് മാറിപ്പോകും. इसलिए देखिए दुनिया का कितना भी अंधकार में चलने वाला व्यक्ति हो, जितना भी पाप में चलने वाला व्यक्ति हो, जब प्रभु का ज्योति में आता है उनका जीवन पूरा तरीका से परिवर्तन होता है. आमीन. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ യേശു ക്രിസ്തു വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മുടെ കുടുംബത്തിൽ അവൻ യഥാർത്ഥമായി ഉദിക്കുവാൻ നമ്മളൊന്ന് അനുവദിച്ചു കൊടുത്താൽ, അവൻ ഒരു സാത്താന്യ ശക്തിക്കും നമ്മിൽ ഇടപെടാൻ കഴിയാതെ വണ്ണം ക്രിസ്തുയേശു നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കും. വലിയ സമാധാനത്താൽ नाम നിറയും. जब प्रभु ये दुनिया का हमारा जीवन का ज्योति है, मैं और आप ये ज्योति को अनुमति देगा तो कोई शैतान का काम अपना जीवन में प्रबल हो नहीं सकता है. प्रभु अपना जीवन में राजत्व करेगा. आमीन. ആമേൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്
യേശുക്രിസ്തുവാകുന്ന വെളിച്ചം എവിടെയെല്ലാം ഇറങ്ങി അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നതിനെ കുറിച്ചിട്ടാണ്. आज खास करके हम लोग वचन से सीखने के लिए जा रहे हैं. प्रभु यीशु जगत का ज्योति है. ये ज्योति जहां पर प्रकाशित हुआ, कैसे क्या क्या बदलाव, क्या क्या परिवर्तन हुआ है, वही हम लोग थोड़ा समय वचन से सीखने के लिए जा रहे हैं. അതിനുവേണ്ടി അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. हम लोग सबसे प्रथम पढ़ेंगे प्रेरितों का काम, इसका 26 का पास्टर 13. इसका 13 आयत हम लोग पढ़ेंगे. 26 का 13. प्रेरितों का काम 26 अध्याय, इसका 13 आयत एक जन पढ़ने से अच्छा होगा. एक जन पढ़िए. हाँ. এমন সময় হে রাজন মধ্যাহ্নকালে পথিমধ্যে দেখিলেন আকাশ হইতে সূর্য তেজ অপেক্ষা তেজময় জ্যোতি আমার ও আমার সহযাত্রীদের চারদিকে দীপ্যমান হল. ആമേൻ. താങ്ക് യു. നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയരി വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്ന കണ്ടു. ഇവിടെ യേശുക്രിസ്തുവാകുന്ന വെളിച്ചം ശൗൽ കാണുകയാണ്. इधर ही हम लोग देखता है प्रभु जो ज्योति है, ये ज्योति को कौन देख रहे? सॉल इधर ही देख रहे. ഹല്ലേലൂയ. യേശുക്രിസ്തുവാകുന്ന ആ പ്രകാശം, ആ വെളിച്ചം ശൗൽ രാജാവ് സ്തോത്രം കാണുന്ന സമയത്ത് ശൗലിന്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാവുകയാണ്. इधर ही हम लोग देखता है ये राजा, मतलब जब ये ज्योति को उन्होंने देखा, उनका जीवन को ये ज्योति परिवर्तन किया. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശൗൽ ആരായിരുന്നു? അദ്ദേഹം യേശുവിനെ ഇഷ്ടമല്ലാത്ത ആളായിരുന്നു. सॉल कौन थे? उसका बैकग्राउंड हम लोग को मालूम है. इसके बाद ही वो साधु पौल हो गया. तो फिर इसका पहले वो सॉल था. उनका जीवन क्या था? प्रभु का लोग को सतावत करने वाला लोग था. ഹല്ലേലൂയ. ശൗൽ രാജാവ് ദൈവമക്കളെ ഉപദ്രവിച്ചവനും, സോറി ശൗൽ രാജാവല്ല, ശൗല് പുതിയ നിയമത്തിലെ ശൗല്, സ്തോത്രം, 2 ശൗലുമാരുണ്ടല്ലോ. ഓക്കെ, അപ്പൊ പുതിയ നിയമത്തിലെ ശൗല് ദൈവ രാജ്യത്തെ, ദൈവ സഭയെ ഉപദ്രവിച്ചവനും ദൈവസഭയെ പൂട്ടിക്കുവാൻ രാജാവിന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം മേടിച്ച് ദമസ്കോസിലേക്ക് യാത്ര ചെയ്തവനുമായിരുന്നു. साधु बोल का जीवन को पहले जीवन को प्रभु में आने के पहले वो जीवन को हम लोग सीखेगा तो साधु बोल अंधकार में था. इसलिए क्या करते थे? प्रभु का लोग को सतावत करने के लिए वो जाते थे. प्रभु का लोग को प्रभु का विरोध होके वो काम करने वाला व्यक्ति था. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉപദ്രവിക്കുവാൻ വേണ്ടി ശൗൽ രാജാവ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് നട്ടുച്ചയ്ക്ക് സ്തോത്രം സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന ഒരു വെളിച്ചം അവന്റെ മേലേക്ക് ഇറങ്ങി വന്നു. इधर ही साधु बोल अपना गवाही बोल रहे. जैसा साधु बोल प्रभु का लोग को सतावत करने के लिए जा रहे थे और दोपहर का समय जहां पर पूरा सूरज प्रकाशित था, उसी समय उन्होंने एक प्रकाश को देखा. बोले से सूरज का प्रकाश से बढ़कर एक बड़ा प्रकाश को उन्होंने देखा. ആമേൻ. ശൗൽ കണ്ട ഏറ്റവും വലിയ വെളിച്ചം ആമേൻ സൂര്യനായിരുന്നു. സ്തോത്രം. എന്നാൽ ആ സൂര്യനെയും കവിയുന്ന ഒരു വെളിച്ചത്തെ അവിടെ ശൗൽ കാണുവാനായിട്ട് ഇടവന്നു. देखिए साधु बोल उनका जीवन में देखा सबसे बड़ा प्रकाश सूरज था. तो फिर वचन में अपने 26 का 13 में ऐसा लिखा है, मतलब ब्राइटर देन द सन. बोलने से सूरज का प्रकाश से बढ़कर एक ज्योति को, एक प्रकाश को उसने देखा. ആ പ്രകാശം ശൗലിന് മേൽ ഇറങ്ങിയ മാത്രയിൽ സ്തോത്രം അവൻ രൂപാന്തരപ്പെട്ടു. യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചിരുന്ന ശൗൽ യേശുവിന്റെ വെളിച്ചം അവൻ കണ്ട ആ സ്പോട്ടിൽ തന്നെ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനായി രൂപാന്തരപ്പെട്ടു. देखिए जब उन्होंने ये ज्योति के साथ मुलाकात हुआ, जब ये ज्योति को देखा, उसी समय से उनका जीवन पूरा तरीका से परिवर्तन हो गया. आमीन. ശൗൽ എന്നുള്ള പേര് തന്നെ അവൻ ഉന്നത കുലത്തിലുള്ളവർക്ക് ഇടുന്ന പേരാണ്. ഉന്നതന്മാർ മാത്രം സ്വീകരിച്ചിരുന്ന പേരാണ് ആ കാലത്ത്. मतलब उनका नाम देखेगा तो वो नाम मतलब सबसे बड़ा परिवार का बड़ा तरीका में, बड़ा संस्कृति में आने वाला व्यक्ति को ऐसा नाम देते थे. ഹല്ലേലൂയ. എന്നാൽ ആ ഉന്നതന്മാർക്ക് മാത്രം ഇടാമായിരുന്ന പേരുണ്ടായിരുന്ന ശൗൽ, ഉന്നതനായിരുന്ന ശൗൽ
സ്തോത്രം, പണമുണ്ടായിരുന്ന ശൗൽ, സകല യോഗ്യതയും ഉണ്ടായിരുന്ന ശൗൽ യേശുവിന്റെ വെളിച്ചം കണ്ട മാത്രയിൽ പൗലോസായി മാറി. देखिए साधु बोल का पहले उसका नाम तो सॉल बोल के बाइबल में लिखा है। देखिए उनका जीवन में सब कुछ था, बहुत दैनिक परिवार का था, सबसे ज्यादा पढ़ा लिखा था, मतलब अच्छा पढ़ा था, सारे बढ़िया बैकग्राउंड का था। तो भी प्रभु का ज्योति, जब प्रभु का तेजस, प्रभु का महिमा उनका जीवन को स्पर्श किया, उसी समय से उनका जीवन को प्रभु परिवर्तन किया। പ്രിയപ്പെട്ടവരെ, ആമൻ, ശൗൽ എന്നുള്ളത് ഉന്നത കുലത്തിലെ പേരാണെങ്കിൽ പൗലോസ് എന്നുള്ളത് ഏറ്റവും ചെറിയ കുലത്തിലുള്ളവരുടെ പേരാ. പൗലോസ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ചെറിയവൻ എന്നാണ്. देखिए उसके बाद ही उनको नाम लिया है साधु बोल। साधु बोल पॉल का नाम मतलब यही है, मतलब छोटा, मतलब वो सबसे छोटा है। ऐसे ही नाम वो प्रभु में आने के बाद अपने आप को ले लिया। ഹല്ലേലൂയ. ആമൻ, ഏറ്റവും ഉന്നതനായിരുന്ന ശൗൽ സ്തോത്രം യേശുവാകുന്ന വെളിച്ചത്തെ പ്രാപിച്ച ഉടനെ ഏറ്റവും ചെറിയവനായി മാറുകയാണ്, രൂപാന്തരം സംഭവിക്കുകയാണ് അവിടെ. देखिए बहुत ऊंचा पोजीशन में, बहुत ऊंचा तरीका में चलने वाला मतलब सॉल था। प्रभु यीशु को ग्रहण किया, वो एक साधु बोल होके प्रभु उनका जीवन को पूरा तरीका से उसी समय से प्रभु बदलावत किया। അക്രമ സ്വഭാവം ഉണ്ടായിരുന്ന ആമൻ ശൗല്, ആരെയും അടിക്കാനും ഉപദ്രവിക്കാനും മടി കാണിക്കാതിരുന്ന ശൗല് യേശുക്രിസ്തുവിന്റെ വെളിച്ചം വന്ന ഉടനെ അനേകരെ കരുതുന്നവനും സ്നേഹിക്കുന്നവനും താഴ്മയുള്ളവനുമായി പരിവർത്തനം നടക്കുകയാണ്. ओ देखिए बहुत गुस्सा होने वाला व्यक्ति, मतलब प्रभु का लोग को सतावत करने वाला व्यक्ति, हत्या देने वाला, मृत्यु मतलब खत्म करने वाला व्यक्ति, जब प्रभु का ज्योति से स्पर्श हुआ उसका जीवन पूरा तरीका से परिवर्तन हुआ। ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന് മേൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇറങ്ങുവാൻ നാം ഒന്ന് അനുവദിച്ചു കൊടുത്താൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഏത് കഠിന മനസ്സുള്ളവനെയും യേശുവാകുന്ന വെളിച്ചം രൂപാന്തരപ്പെടുത്തും. आज रात में आपको बोलना चाहता हूं, जैसा भी परिस्थिति हो, जैसा भी आदत हो, जैसा भी अवस्था में हो, जब ये ज्योति को अनुमति देगा तो अपना जीवन में ये ज्योति को अनुमति देगा तो अपना जीवन पूरा तरीका से बदलावत करने के लिए ये ज्योति तैयार है। आमीन। അടിമപ്പെട്ടവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ നിങ്ങളുടെ കുടുംബത്തിൽ കാണും. ചീത്തവിളിയും ബഹളവും തെറിവിളിയും, സ്തോത്രം, ഒരു സ്വസ്ഥതയുമില്ലാതെ കൂട്ടുകെട്ടുകളിലൊക്കെ അടിമപ്പെട്ട് സ്തോത്രം ലോകമോഹങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒത്തിരി പേര് നിങ്ങളുടെ വീടുകളിൽ കാണും. പ്രിയരെ, ആമൻ, നിങ്ങൾ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ സ്വീകരിച്ചു പ്രാർത്ഥിക്കൂ. നിശ്ചയമായും ഞാൻ പറയുന്നു, അവർ ഈ വെളിച്ചത്താൽ തൊടപ്പെടും. അവർ ആ അവസ്ഥയിൽ നിന്നും മടങ്ങി വരും. കാരണം ക്രിസ്തുവാകുന്ന വെളിച്ചം രൂപാന്തരപ്പെടുത്തുന്ന വെളിച്ചമാണ്. आमीन। शायद पाप में गिरा हुआ लोग आपका परिवार में हो सकता है, शायद शैतान पकड़ के रखा अलग अलग आदत में, ड्रग्स में, दारू में, अपना परिवार में और अपना देश में, अपने रिश्तेदार जो भी हो सकता है। तो भी जब ये ज्योति जहां पर आएगा, जो परिवार में आएगा, जो देश में आएगा, ये ज्योति क्या करेगा? हर एक व्यक्ति को परिवर्तन करेगा। आमीन। 20 കൊല്ലത്തിലധികം മദ്യത്തിന് അടിമപ്പെട്ടിരുന്ന എന്റെ പിതാവിന് സ്തോത്രം, ആമേൻ, രൂപാന്തരം വന്നത് ഈ വെളിച്ചം വന്നപ്പോഴാണ്. आमीन। पास्टर का पिताजी के बारे में पास्टर बोल रहे 20 साल वो दारू का आदत में, दारू में एडिक्टेड था। तो फिर जब प्रभु का ज्योति उनका जीवन को स्पर्श किया, वो आदत से बाहर आने के लिए प्रभु उनका जीवन को संपूर्ण रीति से परिवर्तन किया। आमीन। ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരുവല്ലയിൽ ഞങ്ങൾ കർത്തൃവേല ചെയ്യുമ്പോൾ അവിടെ ഒരു ജോയ് ബ്രദർ ഉണ്ട്. जब तिरुवल्ला बोल के केरला के जगह में जब पास्टर सेवगाई कर रहे थे, उधर जोई बोल के एक भाई था। ഹല്ലേലൂയ. തന്റെ ഭാര്യ പ്രാർത്ഥനയ്ക്ക് പോകുന്നവളാണ്. പ്രാർത്ഥനയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോ ഭാര്യയോട് ദേഷ്യപ്പെട്ടു. उसका स्त्री प्रार्थना में जाने वाली एक महिला था। जब वो प्रार्थना करके वापस आया, उनको देख के बहुत गुस्सा हो गया। ആമേൻ. ആ സഹോദരിയെ, നീ ഇനി പ്രാർത്ഥനയ്ക്ക് പോവോടി എന്ന് ചോദിച്ച് അടിച്ച് താഴെയിട്ട് ആ ബൈബിൾ എടുത്ത് വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടി തുപ്പി സകല ദോഷവും ചെയ്തു. जोई बोल के एक जो भाई, उसका स्त्री को बहुत मारा, उनका बाइबल तो नीचे डाला, उसको बहुत तरीका से उसको शरीर को उपद्रव किया, खास करके मारा। तो उसके बारे में मैं आपको बोलना चाहता हूँ। ദൈവത്തെ ഇഷ്ടമില്ലാതിരുന്ന ആ ജോയ് ബ്രദർ ഈ ബൈബിൾ വലിച്ചു കീറി ഒരാഴ്ച മറ്റോ കഴിഞ്ഞപ്പോ
അദ്ദേഹത്തിന്റെ ലങ്സിനകത്ത് ശ്വാസകോശത്തിനകത്ത് വലിയൊരു തുള വീണിട്ട് വളരെ സീരിയസ് ആയി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടതായി വന്നു. मतलब ये जो भाई अपना मिसेस को मारे थे, ऐसा दारू का आदत में था, उनका जीवन में लगभग थोड़ा समय के बाद ऐसा घटना हुआ, उसका लंग्स में एक तो हॉल रकम कुछ हुआ, वही कारण से उसको हॉस्पिटल में एडमिट करना पड़ा. बहुत बड़ा जमीला में उसका जीवन पड़ गया. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. അവസാനം അദ്ദേഹത്തെ ഐസിയുയിലേക്ക് വെന്റിലേറ്ററിലോട്ട് മാറ്റി. ഡോക്ടേഴ്സ് പറഞ്ഞു ആമൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. और डॉक्टर लोग बोला उसको बचाने के लिए बहुत मुश्किल है. वो आखिरी में उसको वेंटिलेटर में शिफ्ट कर दिया. സ്തോത്രം. വെന്റിലേറ്ററിൽ വെച്ച് ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, സ്തോത്രം, ഇത് ഊരിക്കഴിഞ്ഞ ആള് തീർന്നു, അതുകൊണ്ട് അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിക്കാൻ അവരുടെ വീട്ടുകാരോട് പറയാം, ഇനി നമുക്ക് ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്ക് ആമൻ വെന്റിലേറ്ററിൽ വെച്ച് ഇദ്ദേഹം കേട്ടു. അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യായിരുന്നു, പക്ഷെ ഉള്ളിൽ നല്ല ബോധം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് കേട്ടപ്പോൾ അയാൾ ഹൃദയത്തിൽ നീറി കരയാൻ തുടങ്ങി. जब वेंटिलेटर में था, उन्होंने सुन लिया जो डॉक्टर्स लोग आपस में बातचीत कर रहे थे, इसको और हम लोग कुछ भी करने के लिए नहीं, उनका परिवार के लोगों को मतलब इन्फॉर्म कीजिए, इससे और कुछ मेडिसिन देने के लिए नहीं, और कुछ ट्रीटमेंट नहीं, उसका जीवन है दुनिया में खत्म हो जाएगा. वही बात भी उन्होंने सुन रहे थे. ആമേൻ. ഇത് കേട്ടപ്പോ അയാള് സ്തോത്രം കരഞ്ഞുകൊണ്ട് ആ ഉള്ളിൽ കിടന്നുകൊണ്ട് ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ വചനം ഞാൻ കേറി, ആരാധിക്കാൻ പോയ എന്റെ ഭാര്യയെ ഞാൻ ഉപദ്രവിച്ചു, ഞാൻ നിന്നോട് ദ്രോഹം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ, ഒരവസരം കൂടി എനിക്ക് തരണമേ, തന്നാൽ നിശ്ചയമായി ഞാൻ നിനക്കായി ജീവിക്കാമെന്ന് പറഞ്ഞ് അയാൾ കരഞ്ഞു. उसने जब वेंटिलेटर में था, जब उसका मन में यही बात को जान लिया, अभी उसको जीने के लिए कुछ आदत मतलब कुछ भी अवसर नहीं है, उन्होंने हॉस्पिटल बेड में वेंटिलेटर में होके प्रभु को उपस्थिति में रोया, प्रभु को बोला, प्रभु मेरे को क्षमा कीजिए, मैंने प्रार्थना के लिए मेरा स्त्री को प्रार्थना में जाने के लिए अनुमति नहीं दिया, मैं उनको मारा, मैं प्रभु को विरोध होके मैं खड़ा हुआ, प्रभु मेरे को क्षमा कीजिए बोल के वो प्रभु को उपस्थिति में പശ്ചാത്താപ करके പ്രാർത്ഥന किया. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി അയാളുടെ മേലേക്ക് ഇറങ്ങി. അയാള് സ്തോത്ര ആരോഗ്യവാനായി എഴുന്നേറ്റു. Thank you, Lord. Thank you, Lord. Thank you, Lord. Oh, Sharu Bahas Sahauribi Kishana Bahas Vaidanabal Kadagashambavanaga Thudanabal Kamsana Balagada Vaisha Prabana Yabal Kamsana. Thank you, Jesus. Thank you, Jesus. Oh, Shauribi Kishahala Rahas Sahatana Lavasha. Oh, Shubarabal Kambavanaga Thudanabal Kamsana Balabalabusha Sihita. Shubarabal Kamsana Balabalabalushia Kadagana Balabalabala. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Vaishana Allah ആസെ കണ്ടിന്യൂ ചെയ്തു. എന്റെ കണക്ഷൻ പ്രശ്നമായി, ഞാൻ മറ്റൊരു കണക്ഷൻ ചെയ്തു. കുഴപ്പമില്ല. ഓക്കെ, സ്തോത്രം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ആ ഐസിയുയിൽ കിടന്ന ജോയ് ബ്രദർ നിലവിളിക്കുമ്പോൾ ദൈവശക്തി അയാളുടെ മേലേക്ക് ഇറങ്ങി. ആ സ്പോട്ടിൽ തന്നെ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു. जब आईसीयू में था, वो जॉय भाई उधर से रो के प्रभु की उपस्थिति में प्रार्थना किया, पश्चाताप किया, प्रभु उसी समय उनका शरीर को स्पर्श किया. हालेलुया. अयाल एഴുന്നേറ്റു. उसने अपने हॉस्पिटल से बाहर आया, प्रभु उसको चंगा किया, प्रभु उसको खड़ा किया. हालेलुയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അയാളുടെ മകൻ ഇന്ന് ഒരു പാസ്റ്ററാണ്. आज उनका बेटा एक सेवक है, प्रभु का सेवकाई कर रहे हैं. അപ്പോൾ ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനം ചവിട്ടിക്കൂട്ടി ഭാര്യയെ തല്ലിച്ചതച്ച് സ്തോത്രം ദൈവത്തെ ഇഷ്ടമില്ലാതിരുന്ന ജോയ് ബ്രദറിന്റെ മേൽ വെളിച്ചം ഇറങ്ങിയപ്പോ രൂപാന്തരം ഉണ്ടായി. जब जॉय ब्रदर अपना मिसेस अपना स्त्री को मार डाला और क्या प्रभु का सुसमाचार का विरोध हो गया, बाइबल नीचे डाल के उसका ऊपर वो चढ़ गया, मतलब बाइबल को
स्पर्श किया, ये व्यक्ति को प्रभु का ज्योति उनका जीवन को स्पर्श किया, उनका जीवन परिवर्तन हो गया। आमीन। യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. यीशु यही बताया, मैं दुनिया का, मैं जगत का ज्योति हूं, मैं जगत का दीप्ति हूं। ആ വെളിച്ചം ശൗലിന് മേൽ ഇറങ്ങിയപ്പോൾ ശൗല് രൂപാന്തരപ്പെട്ടു. जब ये ज्योति सॉल का ऊपर आया, उनका जीवन को प्रभु रूपांतरित किया। एक साधु बोलो के प्रभु का महिमा के लिए प्रभु उसको खड़ा किया। ആ വെളിച്ചം ജോയ് ബ്രദറിന്റെ മേൽ ഇറങ്ങിയപ്പോൾ ജോയ് ബ്രദറിന് രൂപാന്തരം ഉണ്ടായി. ये ज्योति बोल के, ये जॉय बोल के एक भाई का ऊपर आया। ये ज्योति उनका जीवन को स्पर्श किया, प्रभु का महिमा में प्रभु उनका जीवन को खड़ा किया। ആ വെളിച്ചം നിന്റെയും എന്റെയും മേൽ ഇറങ്ങിയാൽ നിശ്ചയമായി നമ്മൾ രൂപാന്തരപ്പെട്ടിരിക്കും. സ്തോത്രം. ഈ വെളിച്ചം നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങിയാൽ അവിടെ രൂപാന്തരങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് പ്രിയരെ, ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിക്കുവാൻ നാം പ്രാർത്ഥിക്കുക. और देखिए, जहां पर प्रभु का ज्योति प्रकाशित हुआ, ये ज्योति का सब मुलाकात हुआ, स्पर्श हुआ, उनका जीवन पूरा तरीका से बदलावत हुआ, परिवर्तन हुआ। जब मैं मोरा प्रभु को अनुमति देगा, ये ज्योति से ज्योति हमारा जीवन में प्रकाशित होने के लिए, प्रभु का महिमा के लिए प्रभु हमारा जीवन को बदलावत करेगा, प्रभु का महिमा में हमारा जीवन को खड़ा करेगा। ദാനിയേൽ 3:24 നമുക്ക് വായിക്കാം. दानियल का पुस्तक 3:24, इसका 24 हम लोग पढ़ेंगे। कोई भी एक दिन पढ़ सकता है। 3:24। तब नबूकदनेस्सर राजा अचंभित हुआ और घबरा कर उठ खड़ा हुआ और अपने मंत्रियों से पूछने लगा, क्या हमने उस आग के बीच 3 ही पुरुष बंधे हुए नहीं डलवाए? उन्होंने राजा को उत्तर दिया, हाँ राजा, सच बात है। 25. थैंक यू। 25 भी पढ़िए, 25 भी पढ़िए। फिर उसने कहा, अब मैं देखता हूं कि 4 पुरुष आग के बीच खुले हुए टहल रहे हैं और उनको कुछ भी हानि नहीं पहुंचती, और चौथे पुरुष का स्वरूप ईश्वर के पुत्र के हृदय है। आमीन। ദൈവത്തിന് വേണ്ടി നിലനിന്നിരുന്ന, ദൈവത്തിന് വേണ്ടി ജീവിച്ച 3 യവനക്കാരാണ് ശദ്രക്, മേശക്, അബേദ്നെഗോ. इधर ही हम लोग देखता है, प्रभु के लिए खड़ा हुआ 3 भाई लोग है, शद्रक, मेशक और अबेद्नेगो। അവർ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ അവരെ തീച്ചൂളയിലേക്ക് ഇടാൻ രാജാവ് കൽപ്പിച്ചു. जब उन लोग प्रभु के लिए खड़ा हो गया, राजा आदेश दिया उन लोगों को आगुन में डालने के लिए। സ്തോത്രം. തീയിലേക്ക് അവരെ എടുത്തെറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. രാജാവ് കണ്ട ഏറ്റവും വലിയ വെളിച്ചം ഈ തീയ. आगुन में उन लोग को फेंक दिया। क्यों फेंक दिया? राजा ने देखा सबसे बड़ा ज्योति यही है, आगुन का ज्योति। എന്നാൽ ദൈവത്തിന് വേണ്ടി നിലനിന്ന ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും തീച്ചൂളയിലേക്ക് ഇട്ടപ്പോൾ രാജാവ് നോക്കി നിൽക്കെ ആ തീയിൽ 4ാമതൊരാളെ അവൻ കാണുകയാണ്. जब राजा, देखिए, वो आगुन का सामने खड़ा था और राजा उधर ही 25 में हम लोग यही पढ़े थे, राजा उधर ही देख रहे थे 3 लोगों को आगुन में डाला, तो फिर उधर ही 4 और एक जन, मतलब आगुन में उन लोग 4 जन मिलके आगुन में उन लोग चल रहे। രാജാവ് 3 പേരെ കെട്ടിയാണ് തീച്ചൂളയിലിട്ടത്. പക്ഷേ യേശു കർത്താവ് ആ തീച്ചൂളയിൽ ഇറങ്ങി വന്നു 4ാമനായി അവരുടെ കെട്ടുകളെ അടിച്ചു. देखिए, राजा ने 3 लोगों को बांध के आगुन में डाला, तो फिर प्रभु ने आके क्या किया? उन लोगों को बांधा हुआ अवस्था को उन लोगों को स्वतंत्र किया, और 4 जन प्रभु भी उन लोगों का साथ आगुन में चलना शुरू किया। आमीन। ഓ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന തീച്ചൂള എത്ര വലുതാണെങ്കിലും അതിന്റെ ബലം കെടുത്തി അവിടെ ഇറങ്ങി വരുവാൻ യേശു കർത്താവ് ശക്തനാണ്. आमीन। जीवन का जितना भी आगुन का अवस्था में आपका जीवन जाते हो, उससे बढ़कर प्रभु अपने शक्ति से आपको स्पर्श करने के लिए प्रभु सामर्थ्यवान प्रभु है।
യോഹന്നാനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ടതായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് സ്തോത്രം മനസ്സിലാക്കിക്കൊണ്ട് പോകുവാനായി സാധിക്കുന്നുണ്ട്. മീൻസ് തിരുവചനം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനായിരുന്ന യോഹന്നാൻ, ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഈ യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തി തിളച്ച എണ്ണയിലേക്ക് ഇട്ടു എന്നാൽ അവിടെ നിന്നും യേശു ആകുന്ന വെളിച്ചം ഇറങ്ങി അവനെ വിടുവിച്ചു. സ്തോത്രം. പിന്നീടാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. प्रकाशित वाक्यों में हम लोग देख सकेगा उधर ही जोहन प्रभु का जोहन को क्या किया है, उस समय का राजा, इतिहास में ऐसा लिखा है उस समय का राजा उसको क्या किया, उसको खत्म करने के लिए मतलब तेल को गर्म करके तेल का अंदर उसको फेंक दिया। तो फिर वचन में ऐसा लिखा है इसके बाद ही उसको पत्मोस बोल के एक आइलैंड में द्वीप में उसको फेंक दिया। तो फिर क्या हुआ, उधर ये प्रभु का ज्योति उनका जीवन को स्पर्श किया। यह दुनिया का कोई भी बात उनका जीवन को नष्ट कर नहीं पाया। आमेन। ശദ്രക് മേശക് അബേദ്നെഗോ എന്ന 3 എബ്രായ ബാലന്മാരെ തീച്ചുളയിലേക്ക് ഇടുമ്പോഴും ആമേൻ അവർ സേവിച്ച കർത്താവ് തീയിലിറങ്ങി ആമേൻ അവരെ വിടുവിക്കാൻ ശക്തനായിരുന്നു. देखिए शद्रक मेशक अबेदनगो सच्चाई के लिए खड़ा हुआ और प्रभु का साथ चला, उन लोग को आगुन में डाला। प्रभु उन लोग का साथ आगुन में आके उन लोग का बंधन को निकाल के उन लोग को स्वतंत्र किया। आमीन। യോഹന്നാനെ തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ തിളച്ച എണ്ണയിൽ ഇറങ്ങി ആമേൻ അദ്ദേഹത്തെ വിടുവിക്കാൻ യേശു കർത്താവ് ശക്തനായിരുന്നു. जब जोहन को जब गरम हुआ वाला तेल में डाल दिया, प्रभु इतना सर्वशक्तिमान था, प्रभु उसमें आके वो परिस्थिति में आके उनका जीवन को प्रभु बचा दिया। നാം ഈ കാണുന്ന ഏറ്റവും വലിയ വെളിച്ചം എന്ന് പറഞ്ഞ ഈ തീയും സൂര്യനൊക്കെയാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിലും വലിയ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സൂര്യന്റെ പ്രകാശത്തെ കവിച്ചുകൊണ്ടും ആമേൻ തീയുടെ ബലം കെടുത്തിക്കൊണ്ടും യേശു കർത്താവ് ഇറങ്ങി വരുന്നത്. देखिए आजकल हम लोग देखता है सबसे बड़ा ज्योति यही है, बोलने से सूरज का ज्योति होगा और आगुन का ज्योति होगा। तो फिर याद कीजिए प्रभु का ज्योति उससे बढ़कर है। इसलिए क्या है, ये सारे दुनिया का सारे ज्योति से बढ़कर हर परिस्थिति में हर अवस्था में प्रभु अपना ज्योति से आके अपना लोग को स्वतंत्र करता है। आमीन। ഓ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹല്ലേലൂയ, വിശ്വസിക്കൂ, അധികാരത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾ ആരാധിക്കുന്ന കർത്താവ് ആമൻ മഹാ വെളിച്ചമുള്ള കർത്താവാണ്. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ചൂളയുടെ ബലത്തെയും കെടുത്തി ഇറങ്ങി വരുവാൻ കഴിവുള്ള കർത്താവായ യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. आज रात में याद जो प्रभु को हम लोग सेवा करता है, हमारा हर परिस्थिति में ये प्रभु हमारा साथ आने के लिए सर्वशक्तिमान प्रभु है। ഹല്ലേലൂയ. ആയതുകൊണ്ട് സ്തോത്രം, ഈ ലോകത്തിൽ എത്ര ഉന്നതന്മാരായ വ്യക്തികൾ നിനക്കെതിരെ ബന്ധനങ്ങൾ ഇട്ടാലും പ്രശ്നങ്ങൾ ഇട്ടാലും തളരരുത്, പതറരുത്. അതിനേക്കാൾ ഉന്നതനായ യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. ആ കാര്യത്തിൽ ധൈര്യം പ്രാപിക്കുക പ്രിയരെ. ये दुनिया में कितना बड़ा लोग, कितना बड़ा मुसीबत परिस्थिति आपका सामने खड़ा हो जाएगा, उससे बढ़कर उससे विजय पाने के लिए प्रभु अपना ज्योति से अपना जीवन को स्पर्श करने के लिए सामर्थ्यमान प्रभु है। കേരളത്തിൽ ഒരു പാസ്റ്റർ സ്തോത്രം ഒരു ചർച്ച് ഒരു പാടത്തിന്റെ സൈഡിൽ ഒരു ചർച്ച് തുടങ്ങി. केरला में मेरकम पाड़ी फील्ड में एक गांव का तरफ एक चर्च एक पास्टर चालू किया। ഹല്ലേലൂയ. ഒരുപാട് ആളുകൾ അവിടെ വരാൻ തുടങ്ങി. मतलब अनेक लोग उधर ही आया, परित्राण पाया। അപ്പൊ വലിയ ഭൂ ഇടപാടുകാർ ബിനാമികൾ വന്ന് ഈ ചർച്ച ഇരിക്കുന്നതിനോട് ചേർന്നുള്ള ഭാഗങ്ങളെല്ലാം മേടിച്ച് അവിടെ ബാർ പണിതു. तो उधर ही चर्च बहुत बड़ा हो रहे, बहुत लोग आ रहे, वो देखे क्या हुआ, उधर ही काफी पैसा लोग क्या किया, उसका सामने मतलब दारू वगैरह बिक्री करने के बार उन लोग शुरू किया। ബാർ വന്നതോടെ ഇവിടെ ആമൻ അവർ തെറിവിളിയും ബഹളവും തുടങ്ങി. സ്തോത്രം. ഇവിടെ ആരാധനയ്ക്ക് ആളുകൾ കുറഞ്ഞു. जो बार शुरू हुआ उधर ही दारू पी के लोग आवाज हो रहे, मतलब पूरा वो एरिया को पूरा उन लोग डिस्टर्ब कर दिया। പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അങ്ങനെ ആരാധനയ്ക്ക് ആളുകൾ കുറഞ്ഞതോടെ ഈ ദൈവദാസൻ കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കൽ മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. तो वही कारण से काफी लोग उधर ही आराधना में आ नहीं पाया। तो ये प्रभु का दास क्या किया, प्रभु की उपस्थिति में अपना घुटना ची के और प्रभु की उपस्थिति में वो प्रार्थना करना शुरू किया। ആ ബാറിന് നേരെ കൈ നീട്ടി പ്രാർത്ഥിക്കാൻ ദൈവനിയോഗം അദ്ദേഹത്തിനുണ്ടായി.
जैसा प्रभु ने उसको नियोग किया, अगुवाई किया, उन्होंने वो बार का तरफ अपने हाथ को उठा के उन्होंने प्रार्थना किया। അന്ന് രാത്രി ആ ബാറിന് അഗ്നിബാധ ഉണ്ടായി. जो रात में उसने खास करके प्रार्थना कर रहे थे, उसी रात में वो बार जहां पर स्थापित था, उधर ही क्या है, आगुन से, वो आगुन में कुछ, वो बार में कुछ शॉर्ट सर्क्यूट है, कुछ हुआ, आगुन से वो पूरा बार, पूरा बिल्डिंग नष्ट हुआ। പ്രിയപ്പെട്ടവരെ, ആ ബാറിനോട് ചേർന്നിരുന്ന ചർച്ച് സൂക്ഷിക്കപ്പെട്ടു. ഒരു അഗ്നി പോലും വരാതെ. അവിടെ അഗ്നിബാധ ഉണ്ടായ സമയം ചർച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് ബാറിരിക്കുന്ന ഭാഗത്തോട്ടേക്ക് കാറ്റടിപ്പിച്ചുകൊണ്ട് ഒരൽപ്പം പോലും അഗ്നി ഇങ്ങോട്ട് വരാതെ ദൈവം ചർച്ചിനെ സൂക്ഷിച്ചു. तो फिर जहां पर जो बात स्थापित के उसका सामने चर गिरिजा था, तो फिर गिरिजा में ये आगुन स्पर्श कर नहीं पाया। जब उधर ही बोलने से आगुन से वो नष्ट हुआ, उसी समय प्रभु अपना गिरिजा को, प्रभु अपना मंदिर को प्रभु सुरक्षित रखा। आमीन। അങ്ങനെ ആ ബാർ എന്നേക്കുമായി പിന്നീട് പൂട്ടപ്പെട്ടു. मतलब लगातार के लिए वो बार बंद कर दिया। ഹല്ലേലൂയ. സഭയിൽ വീണ്ടും ആരാധനകൾ ഉയർന്നു. സ്തോത്രം. അനേകർ അവിടെ കൂടി വരുവാൻ തുടങ്ങി. ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, യേശുവാകുന്ന വെളിച്ചം ഇറങ്ങി വന്നാൽ സ്തോത്രം, വിരോധമായി നിൽക്കുന്ന ഏത് ശക്തികളും മാറിപ്പോകും. जब प्रभु का ज्योति प्रकाशित होगा, आप जो अवस्था में हो, जो परिस्थिति में हो, जब प्रभु का ज्योति अपना जीवन को स्पर्श करेगा, हर परिस्थिति में प्रभु अपना नाम को महिमा करेगा। आमीन। ഇപ്പോൾ ഒന്ന്, യേശുവാകുന്ന വെളിച്ചം, സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ഇറങ്ങി വന്നത് രൂപാന്തരത്തിന് വേണ്ടി, ശൗലിനെ പൗലോസാക്കാൻ വേണ്ടി. याद कीजिए, सबसे प्रथम हम लोग यही देखा, प्रभु का ज्योति जहां पर आया, जिसको सॉल, जो प्रभु को सतावत करने वाला व्यक्ति, उसको क्या किया, उसको साधु बोल बना दिया। ये ज्योति രണ്ട്, യേശുവാകുന്ന വെളിച്ചം അവൻ ഇറങ്ങി വന്നത് ആ ശക്തി തെളിയിക്കാൻ, തന്റെ ഭക്തരുടെ നടുവിൽ അവൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ സ്തോത്രം ഇറങ്ങി വന്നു ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ നടുവിൽ. दूसरा हम लोग यही देखा, तीन भाई लोग प्रभु में भरोसा किया, प्रभु में चलने वाला तीन भाई लोग का जीवन में अपना शक्ति को, प्रभु अपने शक्ति को प्रकट करने के लिए आगुन में उन लोग का सामने प्रभु अपने ज्योति से प्रभु आया। എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ ആരാധിക്കുന്ന കർത്താവ് ശക്തിയുള്ള കർത്താവാണ്, സ്തോത്രം, ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവൻ ഇറങ്ങി വരുന്ന കർത്താവാണ്. അത് ശദ്രക് മേശക് അബേദ്നെഗോയ്ക്ക് പറയാൻ കഴിഞ്ഞു. അവരത് പറയുമ്പോൾ തീയുടെ ബലം കെടുത്തിക്കൊണ്ട് യേശുവാകുന്ന വെളിച്ചം അവിടെ വെളിപ്പെട്ടത്. कितना लोग आज रात बोल सकेगा, मेरा प्रभु ऐसा ज्योति है, मैं जो भी अवस्था में हो, जो भी परिस्थिति में हो, और मेरा जीवन को स्पर्श करने के लिए प्रभु सर्वशक्तिमान प्रभु है। ആമേൻ. രോഗത്താൽ ഭാരപ്പെടുന്നവരെ, പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവരെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ധൈര്യമായി വിളിച്ചു പറയൂ, യേശു ശക്തനാണ്, എന്നെ തൊടുവാൻ അവന്റെ വെളിച്ചം ശക്തിയുള്ളതാണ് എന്ന് ധൈര്യമായി വിളിച്ചു പറയൂ. നീ അത്ഭുതങ്ങൾ കാണും. शायद आपका शरीर में आप अस्वस्थ हो, अपने जीवन में निराशा में हो, जो भी विषय में आप चिंता में हो, आज अपने जीवन में ऊंचा आवाज से घोषणा कीजिए, मेरा यीशु, मेरा प्रभु ज्योति है। ये ज्योति अपना जीवन को, अपना परिस्थिति में अपने जीवन को स्पर्श करेगा। आमीन। ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യേശുവാകുന്ന വെളിച്ചത്തെ ആമൻ നിന്റെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുവാൻ നീ പ്രാർത്ഥിക്കുമോ? ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണുവാനായി സാധിക്കും. आप प्रार्थना करने के लिए तैयार है? ये ज्योति अपने जीवन को, अपने परिवार को स्पर्श करने के लिए प्रभु सर्वशक्तिमान प्रभु है। ഹല്ലേലൂയ. നമുക്കൊരു വാക്യം കൂടെ ഒന്ന് ഓടിച്ച് വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 7-ാം വാക്യം. और एक वचन हम लोग जल्दी पढ़ेंगे और हम लोग प्रार्थना करेंगे। प्रेरितों का पुस्तक, पास्टर उन्होंने वाक्य ഒന്ന് പറയാമോ? 12-7. 12 का 7, प्रेरितों का काम 12 अध्याय, इसका 7 आयत हम लोग पढ़ेंगे। আর দেখো, প্রভুর এক দূত তাহার কাছে আসিয়া দাঁড়াইলেন এবং কারাকক্ষে আলো প্রকাশ পাইল। তিনি পিতরের কুক্ষি দেশে আঘাত করিয়া তাহাকে জাগাইয়া কহিলেন, শীঘ্র উঠো। তখন তাহার দুই হস্ত হইতে শৃঙ্খল পড়িয়া গেল। 3 വാതിലുകൾ അടച്ചുപൂട്ടി പത്രോസിനെ ജയിലിലിട്ടിരിക്കുകയാണ് ഹെരോദ രാജാവ് കൊല്ലാൻ. इधर ही हम लोग देखता है, हेरोद राजा उसको खत्म करने के लिए उसको बांध के उसका जेल का अंदर रखा है। പ്രിയപ്പെട്ടവരെ,
മൂന്ന് വാതിലുകൾ അടച്ചുപൂട്ടി 16 സേവകർ കാവൽ നിൽക്കുകയാണ് പത്രോസിനെ. मतलब तीनों दरवाजा को बंद करके उसका सामने काफी लोग उसका सामने खड़ा है, सेना लोग उसका सामने खड़ा है. ആ സമയം സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. बाइबल ऐसा लिखा है, उसी समय गिरिजा चर्च मिलकर साधु बोल के लिए प्रार्थना किया. നേരം വെളുത്തെഴുന്നേറ്റാൽ പത്രോസിന്റെ കഴുത്ത് കണ്ടിക്കും. अब सॉरी, साधु बोल के लिए नहीं, पीचर के लिए प्रार्थना किया. बोला से सुबह का समय उसको मार डाल सकता है. ऐसा परिस्थिति में पीटर जेल में था, तो फिर गिरिजा मिलकर एकदा से उनके लिए प्रार्थना किया. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം പറയുക, പത്രോസ് കിടന്ന കാരാഗ്രഹത്തിന് നടുവിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ओ वचन में ऐसा लिखा है, जो कारागृह में, जो जेल में, जो बंद गुहा में पीटर को डाला था, जो और रात में क्या हुआ, एक प्रकाश वो जेल में उतरा, उनका जीवन को स्पर्श किया. ആ വെളിച്ചം ആമേൻ ഈ പത്രോസിന് മേൽ പ്രകാശിച്ച ഉടനെ അവന്റെ കയ്യിൽ കിടന്ന ചങ്ങലകൾ അഴിഞ്ഞുപോയി. जब ज्योति उनका जीवन में, जहां पर जो जेल में था उधर ये ज्योति प्रकाशित हुआ. वचन में ऐसा लिखा है, उसको बांध कर रखा था, वो चेन अपने आप को अपने हाथ से निकल गया. ആ വെളിച്ചം ഇറങ്ങിയ ഉടനെ 16 സേവകരും ഉറങ്ങി. और जब देखिए जहां पर जो प्रकाश उतरा, उधर ही जितना लगभग 16 लोग उसको रखा करने के लिए सेना लोग था, उन लोग सो गया. അടച്ച ആമത്തായിട്ട് പൂട്ടിയ 3 വാതിലുകളെയും ദൈവം തുറന്നു. ओ मतलब इतना तेज से लोहा से बांध कर रखा था, तीन लोहा का दरवाजा को प्रभु ने खोल दिया. ഓ യേശുവാകുന്ന വെളിച്ചം നിന്റെ കുടുംബത്തിൽ ഇറങ്ങിയാൽ ഏത് അടച്ചുപൂട്ടിയ വാതിലുകളെയും ദൈവം തുറക്കും. देखिए यीशु का ज्योति अपना परिवार में, आपका जीवन में जब उतरेगा, जितना भी बांध कर रखा हुआ अवस्था होगा, जितना भी ഏത് मतलब ചങ്ങലയ്ക്ക് असंभव हो, പൂട്ടിയാലും യേശുവാകുന്ന വെളിച്ചം ഇറങ്ങിയാൽ ആ ചങ്ങലകളെ പൊളിച്ച് ദൈവശക്തി ഇറങ്ങി വരും. वो जैसा भी बांध कर रखा हुआ अवस्था हो, जैसा भी मतलब आगे बढ़ने के लिए परिस्थिति नहीं है, जब यीशु जैसा प्रकाश अपना जीवन में आएगा, ये प्रकाश अपना जीवन को संपूर्ण रीति से छुटकारा देगा. ഓ പൂട്ടപ്പെട്ട അവസ്ഥകളിലുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. നിന്റെ പൂട്ടുകളെ പൊളിക്കാൻ ക്രിസ്തുവാകുന്ന വെളിച്ചം ഇറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. आज रात कुछ परिस्थिति में बांधा हुआ कुछ लोग मेरा आवाज को सुन रहे, तो फिर पवित्र आत्मा में अपना जीवन को देख के मैं बोलना चाहता हूँ, ओ यीशु का ज्योति जब अपना जीवन को स्पर्श करेगा, अपना जीवन के सारे बांधा हुआ अवस्था से और स्वतंत्र करने के लिए प्रभु अपना जीवन को स्पर्श करेगा. സാധു സുന്ദർ സിംഗിനെ തിബറ്റിൽ വെച്ച് സ്തോത്രം ഇതുപോലെ പൊട്ടക്കിണറിലേക്ക് ഇട്ടു സുവിശേഷം അറിയിച്ചെന്ന് പറഞ്ഞ് साधु सुंदर सिंह का जीवन में ऐसे खड़ा ना हुआ, प्रभु का सुसमाचार प्रीचिंग किया, वही कारण से एक बार उसको कुआं में डाल दिया. ഹാലലൂയ. പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടേച്ച് ലാമ എന്ത് ചെയ്തെന്നറിയാമോ? സ്തോത്ര പൊട്ടക്കിണർ അടച്ചു പൂട്ടി ചാവി തന്റെ സ്തോത്ര ചുമറ്റെ തൂക്കിയിട്ടു. मतलब उसको कुआं में डाला, तो फिर इसको कुआं को बंद करके ताला डाल के उसको चाबी को दूसरा जगह में फेंक दिया. ഹാലലൂയ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ സാധു സുന്ദർ സിംഗ് 3 ദിവസം പൊട്ടക്കിണറിൽ കിടന്നു. साधु सुंदर सिंह अपना बायोग्राफी में ऐसे लिखा है, 3 दिन उन्होंने कुआं का अंदर था. ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആവട മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. जब कुआं के अंदर 3 दिन था, और कुआं में अपना घुटना टीके प्रभु को उपस्थिति में प्रार्थना करना शुरू किया. 3-ാം ദിവസം ഒരു വെളിച്ചം ആ കിണറിലേക്ക് ഇറങ്ങി വന്നു. और तीसरा दिन प्रभु का ज्योति वो कुआं में उतर के उनका जीवन को स्पर्श किया. അതിന്റെ ഇടയിൽ ഒരു കയർ ഇറങ്ങി വന്നു. और उसका बाद ही मतलब कोई एक बड़ा रस्सी कुआं का तरफ आया. ആ കയറിൽ പിടിച്ചുകൊള്ളാൻ ഒരു അശരീരി ശബ്ദം കേട്ടു. उन्होंने ऐसे एक आवाज कुआं में सुना, कोई एक रस्सी ऊपर से नीचे डाल दिया, ये रस्सी में पकड़ो, ऐसा कोई उसको बोल रहे, साधु सुंदर सिंह को बोल रहे, ऐसे एक आवाज उसका कान में वो सुना. അദ്ദേഹം കയറിൽ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ സാവധാനം കയർ ഉയർന്നു. അദ്ദേഹം കിണറ്റിന് വെളിയിലെത്തി. जब उसने वो रस्सी को पकड़ लिया,
कोई उसको मतलब आस्ते आस्ते उसको ऊपर खींच लिया, वो कुआं से वो बाहर निकल के आया। ഹാലലൂയ. അദ്ദേഹം വെളിയിൽ വന്ന് നോക്കിയപ്പോ ഒരു മനുഷ്യനെയും കാണുന്നില്ല, കയറും ഇല്ല, കിണർ അടച്ചു പൂട്ടിയിട്ടിരിക്കുക. ഇതെങ്ങനെ സംഭവിച്ചു? അത്ഭുതപ്പെട്ടു. जब वो बाहर आया, वो साधु सुंदर सिंह देख रहे कुआं को कोई ताला में बंद किया है, वो रस्सी नहीं देख रहे, उसको सहायता किया किसी को नहीं देख रहे। मतलब बहुत आश्चर्य जैसा साधु सुंदर सिंह को लगा। സാധു സുന്ദർ സിംഗിന് മനസ്സിലായി അവിടെ ഇറങ്ങി വന്ന വെളിച്ചം എന്റെ യേശുവാണ്. हमें साधु सुंदर पहचान लिया, उधर ही उतरा, ये प्रभु का ज्योति था, प्रभु का प्रकाश था उधर ही। वो उसका जीवन को और तेज से प्रभु का महिमा में खड़ा किया। ആമേൻ. അയാൾ ധൈര്യം പ്രാപിച്ച് സ്തോത്രം അവിടെ നിന്ന് നേരെ പോയി ചന്തയിൽ ചെന്ന് പിന്നെ പ്രസംഗിക്കാൻ തുടങ്ങി. യേശു അല്ലാതെ വേറൊരു ദൈവം ഇല്ല. साधु सुंदर सिंह और शक्ति को पाके उधर ही हर एक जगह में जाके यीशु का बारे में यीशु का प्रचार किया। അപ്പൊ ലാമയുടെ അടുക്കൽ, ഈ പൂട്ടിയ കിണറ്റിൽ സുന്ദർ സിംഗിനെ ഇട്ടയാളുടെ അടുക്കൽ സ്തോത്രം ഒരാള് വന്നിട്ട് പറഞ്ഞു, അതെ സാമൻ, സുന്ദർ സിംഗ് എവിടെയാ? जो जिसने कुआं में डाले थे उसका पास जिसने साधु सुंदर को बाहर देखे एक जन आके पूछा, साधु सुंदर कहाँ में? ഹാലലൂയ. അപ്പോ അന്നേരം സ്തോത്രം ലാമ പറഞ്ഞു, അവനെ ഞാൻ പൊട്ടക്കിണറ്റിലിട്ടു, ചാവി ആ കിടക്കുന്നെന്ന് പറഞ്ഞു. उसने बोला उसको कुआं में डाल दिया और देखिए चाबी तो उधर ही पड़ा है। അപ്പൊ വന്ന ആള് പറഞ്ഞു, ചാവി മാത്രം അവിടെ ഉള്ളൂ, അവൻ ചന്തയെ പ്രസംഗിക്കാന്ന് പറഞ്ഞു. तो फिर उसने लामा को जिसने उसको कुआं में डाला उसको बोला, काली चाबी उधर ही है। तो फिर साधु सुंदर सिंह उधर ही मार्केट में खड़ा होके वो प्रचार कर रहे। ലാമ വിറയ്ക്കാൻ തുടങ്ങി. ലാമ ചെന്ന് നോക്കിയപ്പോ പയർ പോലെ നിന്ന് യേശുവിനെ പ്രസംഗിക്കുക സുന്ദർ സിംഗ്. और जो जिसने उसको कुआं में डाले थे वो बहुत आश्चर्य हो गया, क्योंकि क्या है, साधु सुंदर सिंह कुआं तो बंदा है बोलने से उसको चाबी डाला है। तो फिर साधु सुंदर सिंह उधर ही छोटा सा मार्केट में खड़ा होके प्रभु का प्रचार कर रहे। ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്രം, അങ്ങനെ ആ വെളിച്ചം നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ ഏത് കെട്ടുകളെയും പൊളിച്ചുകൊണ്ട് ഏത് ബന്ധനങ്ങളെയും അഴിച്ചുകൊണ്ട് ആ വെളിച്ചം നമ്മളെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ക്രിസ്തുവാകുന്ന വെളിച്ചം ആമേൻ എന്റെ ജീവിതത്തിൽ ഇറങ്ങിയാൽ എന്റെ ജീവിതം മാറ്റപ്പെടുമെന്ന് എത്ര പേർക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും? നിങ്ങളുടെ ജീവിതത്തിൽ ആ വെളിച്ചം ഇറങ്ങി വരും. आज रात कितना लोग विश्वास करने के लिए तैयार है, प्रार्थना करने के लिए तैयार है? ये ज्योति मेरा जीवन को स्पर्श करेगा तो मेरा जीवन संपूर्ण रीति से स्वतंत्र हो जाएगा। मेरा हर एक परिस्थिति से प्रभु मेरा जीवन में अपने महिमा के लिए मेरा जीवन को प्रभु खड़ा करेगा। आमेन। ഹല്ലേലൂയ. ശഖതലർ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വെളിച്ചം നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ ഉള്ളു തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. सभी लोग थोड़ा समय प्रार्थना करना शुरू कीजिए, प्रभु ये ज्योति से मेरा जीवन को स्पर्श कीजिए। सभी लोग अपना मुंह खोल के अपना अंगों को बंद करके सभी लोग थोड़ा समय प्रार्थना कीजिए। हालेलुया। സൗലിന്റെ മേൽ ഇറങ്ങിയ ആ വെളിച്ചം എന്റെ മേൽ ഇറങ്ങി വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. और जो ज्योति साधु बोल का जीवन को परिवर्तन किया, प्रभु वो ज्योति से मेरा जीवन को स्पर्श कीजिए प्रभु। ഓ ശദ്രക് മേശക് അബേദ്നഗോയുടെ തീച്ചൂളയുടെ മേൽ ഇറങ്ങി വന്ന വെളിച്ചം എന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുക. प्रार्थना कीजिए जो शद्रक मेशक अबेदनगो उन लोग का जीवन में जैसा आगून का अवस्था में उन लोग का जीवन में उतरा और ज्योति से प्रभु मेरा जीवन को स्पर्श कर।